Hello friends, welcome back to session 11 of permutation and combination. നമുക്ക് അന്നേരം അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് സർക്കുലർ പെർമ്യൂട്ടേഷനെ പറ്റിയാണ് നമുക്ക് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സർക്കുലർ പെർമ്യൂട്ടേഷനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം എഴുതാം, എന്നിട്ട് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ n സീറ്റ്സും n ആളുകളും ഉണ്ടെങ്കിൽ അവിടെ എത്ര രീതിയിൽ ആളുകളെ അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും? n ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം, ഒരു ലീനിയർ ആയിട്ടിരിക്കുന്ന കേസിലാണെങ്കിൽ. പക്ഷെ ഒരു സർക്കുലർ കേസിൽ ഇപ്പോൾ ഒരു 5 സീറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ 5 പേരെ ഈ സീറ്റിൽ എങ്ങനെ ഇരുത്താം? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമുക്ക് തുടക്കവും എൻഡും അറിയത്തില്ല. അപ്പോൾ ഈ സർക്കുലർ പെർമ്യൂട്ടേഷനിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ഇരുട്ടായിട്ടുള്ള ഒരു റൂമിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ഒരു വലിയ ടേബിൾ ഉണ്ട്, അതിനു ചുറ്റും കുറെ സിനിമാ നടന്മാരിരിക്കും. ടോവിനോയും നിവിൻ പോളിയും കുഞ്ചാക്കോ ബോബനും മോഹൻലാലും മമ്മൂട്ടിയും ആസിഫ് അലിയും ഭാവനയും കാവ്യ മാധവനും എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആരെവിടെ ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല, പെട്ടെന്ന് എവിടെ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു റെഫറൻസ് വേണം. ഒരു സർക്കുലർ കേസിൽ ഒരു റെഫറൻസ് വേണം. അപ്പൊ നമ്മൾ ആ റൂമിലോട്ട് കയറിപ്പോയി നമ്മളിങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഒരു ലൈറ്റ് അടിച്ചപ്പോൾ അവിടെ മമ്മൂക്കാടെ മുകളിലോട്ട് ലൈറ്റ് അടിച്ചു നിൽക്കുക. നമ്മൾ അവിടെ പോയിട്ട് പറയും മമ്മൂക്കാടെ ലെഫ്റ്റിലാണ് മോഹൻലാൽ ഇരിക്കുന്നത്, മോഹൻലാലിന്റെ ലെഫ്റ്റിലാണ് ടോവിനോ ഇരിക്കുന്നത്. അങ്ങനെ ആ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? അതുകൊണ്ട് തന്നെ ഒരു റെഫറൻസ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സീറ്റുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരെ ആ റെഫറൻസിന് ചുറ്റും എങ്ങനെ ഇരുത്തുന്നു എന്നുള്ളതാണ് സർക്കുലർ പെർമ്യൂട്ടേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് വേസ് ടു അറേഞ്ച്, നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ് n things in a circle, അത് n ഫാക്ടോറിയൽ അല്ല, അതിന് പകരം n-1 ഫാക്ടോറിയൽ ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ലോജിക്ക് എല്ലാവർക്കും പിടികിട്ടി, ഒരു റെഫറൻസ് പോയിന്റ് വേണം. ഓക്കെ, ഇതെന്ന് പറയുന്നത് വെൻ ആന്റി ക്ലോക്ക് വൈസ് ആർ ഡിഫറെന്റ്, ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ഡിഫറെന്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ കേസ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസും ഡിഫറെന്റ് വരാത്ത കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാല എടുക്കുവാണെങ്കിൽ, മാലയെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ മാലയ്ക്ക് ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ മാല ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് തിരിച്ചെടുത്ത് കറക്കി വെച്ച് ഈ സാധനമല്ല ഇപ്പുറത്ത് പോയി ഈ സാധനമല്ല ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അങ്ങനെ അതിനെ കറക്കാവുന്ന കേസുകളിൽ, ഫോർ എക്സാമ്പിൾ മാല, പൂമാലയൊക്കെ, ഗാർലൻഡ്, നെക്ലസ്, ഈ കേസുകളൊക്കെ കറക്കി വന്നു കഴിഞ്ഞാലും ആന്റി ക്ലോക്ക് വൈസും ഒന്നേപോലെ വരും. അങ്ങനത്തെ കേസുകളിൽ ആന്റി ക്ലോക്ക് വൈസും ഡിഫറെന്റ് ആണെങ്കിൽ n-1 ഫാക്ടോറിയൽ ആണ്. ആന്റി ക്ലോക്ക് വൈസും സെയിം ആണെങ്കിൽ, സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേസ് ടു അറേഞ്ച് n things in a circle is n-1 factorial by 2 when anti-clockwise and clockwise are considered the same. ഇത് രണ്ടും സെയിം ആയിരിക്കുമ്പോൾ അതിന്റെ പകുതിയെ വരത്തുള്ളൂ. കാരണം എന്താ? പകുതി അറേഞ്ച്മെന്റ് വരുത്തുള്ളൂ. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തിരിച്ചിടുന്നത് സെയിം ആണ്. പക്ഷെ ഒരു ടേബിളിന്റെ ചുറ്റും ഇരിക്കുന്ന സിനിമാ നടന്മാരെ നമ്മൾ മുറിച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇരുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആന്റി ക്ലോക്ക് വൈസും സെയിം അല്ല. ഓക്കെ, അപ്പൊ ഒരു നോട്ടായിട്ട് നമുക്ക് എഴുതേണ്ടത് മോസ്റ്റ്ലി ഇൻ ക്വസ്റ്റ്യൻസ് ഓഫ് ഗാർലൻഡ്സ്, അതായത് പൂമാലയൊക്കെ, ഓഫ് ഗാർലൻഡ്സ് and necklace, we take clockwise and anti-clockwise the same ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സർക്കുലറിൽ n ഒബ്ജക്ട്സിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് സർക്കുലറിൽ രണ്ട് കേസ് കണ്ടുപിടിച്ചു. n ഒബ്ജക്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് n ഒബ്ജക്ട്സിനെയും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർമുല രണ്ട് രീതിയിൽ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആന്റി ക്ലോക്ക് വൈസ് നോട്ട് ഈക്വൽ ടു ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസും സെയിം ആണെങ്കിൽ, ആന്റി ക്ലോക്ക് വൈസും സെയിം അല്ലെങ്കിൽ n-1 ഫാക്ടോറിയൽ, സെയിം ആണെങ്കിൽ n-1 ഫാക്ടോറിയൽ ബൈ 2. ഇപ്പൊ ഈ n ഒബ്ജക്ട്സിൽ നിന്ന് നമ്മൾ 6 ഒബ്ജക്ട്സിനെ എടുക്കുന്നുള്ളൂ. ഇപ്പൊ 10 പേരെ തന്നിട്ട് 4 പേരെ സെലക്ട് ചെയ്യുന്ന കേസൊക്കെ. സോ ടേക്കിംഗ് 6 ഒബ്ജക്ട്സ് അറ്റ് എ ടൈം, ആ കേസിൽ നമ്മൾ എന്താ പറ്റുന്നത്? ഇവിടെയും രണ്ട് കേസ് ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് അല്ലാത്ത കേസും ആന്റി ക്ലോക്ക് വൈസും സെയിം ആയിട്ടുള്ള കേസും വരും. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ n ആളുകളിൽ നിന്ന് 6 പേരെ സെലക്ട് ചെയ്യണം.
എന്നിട്ട് ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും സെയിം അല്ലെങ്കിൽ ഈ 6 ആളുകളെ അല്ലേ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്, അതിനെ r-1 ഫാക്ടോറിയൽ രീതിയിൽ ചെയ്യാം. ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം NCR ചെയ്യും, r-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള കേസ് എടുക്കും. കാര്യം പിടിയിട്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: number of ways to arrange 7 American and 7 Indian people, 7 American and 7 Indian people around a round table when no two Americans are consecutive. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനായിട്ട് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? അതായത് അമേരിക്കൻസ് അല്ല, ഇപ്പൊ ഇന്ത്യൻ 1, ഇന്ത്യൻ 2, ഇന്ത്യൻ 3, ഇന്ത്യൻ 4, ഇന്ത്യൻ 5, ഇന്ത്യൻ 6, ഇന്ത്യൻ 7 എന്ന് വന്നു കഴിഞ്ഞാൽ അമേരിക്കക്കാരെ A2, A3, A4, A5, A6, A7 ഇങ്ങനെ ഇരുത്താൻ പറ്റത്തുള്ളൂ. എന്ത് കേസ് മനസ്സിലാവും? ഇപ്പൊ ഇതിലായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം നമുക്ക് അങ്ങ് ഇന്ത്യക്കാരെ അങ്ങ് ഇരുത്താം, എന്നിട്ട് അവരുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൊണ്ട് അമേരിക്കക്കാരെ ഇരുത്തിയാൽ പോരെ? എളുപ്പമായില്ലേ? ഓക്കെ, അന്നേരം നമ്മൾ ഇന്ത്യക്കാരെ ആദ്യം സർക്കിളിന് ചുറ്റും ഇരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 7 ഇന്ത്യക്കാരെ സർക്കിളിന് ചുറ്റും ഇരുത്തണമെങ്കിൽ 7 - 1 ഫാക്ടോറിയൽ, അതായത് 6 ഫാക്ടോറിയൽ ആവും അല്ലെ? കാരണം ഇത് സർക്കുലർ പെർമ്യൂട്ടേഷൻ ആണ്. ഇൻഡു ഇപ്പൊ ഇന്ത്യക്കാരെ ഇരുത്തിയതിനു ശേഷം പിന്നെ അവിടെ റെഫറൻസ് ആയി ഇന്ത്യക്കാർക്ക് ഇടയ്ക്ക് എത്ര സ്ലോട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 7 സ്ലോട്ട് ഉണ്ട്, 7 അമേരിക്കൻസ് ഉണ്ട്. അന്നേരം അവിടെ 6 ഫാക്ടോറിയൽ അല്ല, 7 ഫാക്ടോറിയൽ ആണ്. കാരണം ഓൾറെഡി നമുക്കൊരു റെഫറൻസ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പൊസിഷൻസ് എല്ലാം ഡിഫറെന്റ് ആയിട്ട് വരും. കാര്യം പിടിയിട്ടോ? അതുകൊണ്ട് തന്നെ ആദ്യം ഇന്ത്യക്കാരെ എടുത്തുന്നത് നമുക്ക് 7 - 1, അതായത് 6 ഫാക്ടോറിയൽ ആണ്. അപ്പൊ 7 ഗ്യാപ്പ് ഇവരുടെ ഇടയ്ക്ക് വരും. ആ 7 ഗ്യാപ്പിലും കൊണ്ട് അമേരിക്കൻസിനെ ഇരുത്താൻ എത്ര രീതിയിൽ ഇരുത്താം? 7 ഫാക്ടോറിയൽ രീതിയിൽ ഇരുത്താം. കാരണം ആ റെഫറൻസ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സർക്കിളിന്റെ കളി അങ്ങ് മാറും. ഇത്രേ ഉള്ളൂ. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഔട്ട് ഓഫ് 10 flowers of different colors, how many different garlands can be made if each garland consists of 6 flowers of different colors? അപ്പൊ നമുക്ക് 10 ഫ്ലവർ ഉള്ളതിൽ നിന്ന് 6 ഫ്ലവറിന്റെ ഒരു മാല ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. ഗാർലൻഡിന്റെ കേസിൽ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും സെയിം ആണ്. അപ്പൊ ആദ്യത്തെ കാര്യം എന്താ നമ്മൾ ചെയ്യുന്നത്? 10 ഫ്ലവേഴ്സിൽ നിന്ന് 6 ഫ്ലവേഴ്സിനെ എടുക്കുക അല്ലെ? അത് 10C6 വേസിൽ ചെയ്യാം. പിന്നെ 6 പേരെ അറേഞ്ച് ചെയ്യുന്നത് സർക്കിളിൽ 6 - 1 ഫാക്ടോറിയൽ ആണ്. പക്ഷെ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും സെയിം ആണ് ഗാർലൻഡിന്റെ കേസിൽ, അതുകൊണ്ട് ഒരു ഡിവൈഡഡ് ബൈ 2 ചെയ്യും. So the answer will become 10C6 into 6 - 1 factorial divided by 2 എന്നുള്ളൊരു ഉത്തരം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തൊരു ചോദ്യം ഇതാണ്: നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 5 boys and 5 girls can be seated on a circle alternately if a particular boy and girl are never adjacent. അവരുടെ പേരൻസ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇരുത്തരുത്. ഓക്കെ, അന്നേരം അവർ രണ്ടുപേരും. ഇപ്പൊ നമുക്ക് ബോയ്സ് ഉണ്ട്, 5 ബോയ്സിനെ നമുക്കറിയാം. ബോയ്സിനെ നമുക്ക് ആദ്യം അങ്ങ് ഇരുത്താം. B1, B2, B3, B4, B5. ഇപ്പൊ പെർട്ടിക്കുലർ ബോയ് ആൻഡ് ഗേൾ, ബോയ് 1 ഗേൾ 1നെ ഒരുമിച്ച് ഇരുത്തരുത്. അതായത് ഗേൾ 1 ഇവിടെയും പാടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഈ 5 ബോയ്സിനെ അവിടെ ഇരുത്തി എത്ര രീതിയിൽ ഇരുത്തും? 5 - 1 ഫാക്ടോറിയൽ രീതിയിൽ ഇരുത്തും. അപ്പൊ അവരുടെ ഇടയ്ക്ക് എത്ര ഗ്യാപ്പ് വന്നു? 1, 2, 3, 4, 5 ഗ്യാപ്പ് ഓൾറെഡി വന്നു. അതിലെന്താണ്? ഈ 2 സ്ലോട്ടിലും
ഗേൾ വണ്ണിനെ, ബോയോട് ചേർന്നിട്ടുള്ള ഗേൾ വണ്ണിനെ ഇരുത്താൻ പറ്റില്ല. അന്നേരം ഗേളിന് എത്ര സ്ലോട്ട് ഉണ്ട്? 3 സ്ലോട്ട് ഉണ്ട്. 3C1 വേസില് ആ സ്ലോട്ടിൽ കൊണ്ട് ആ ഗേൾ വണ്ണിനെ ഇരുത്താൻ പറ്റും. ഫോളോഡ് ബൈ ദാറ്റ്, ആ ഗേളിനെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ എത്ര സ്ലോട്ടാ ബാക്കിയുള്ള? ഗേളിനെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ 4 സ്ലോട്ട് ഉണ്ട്, ബാക്കി 4 ഗേൾസും ഉണ്ട്. ബാക്കി അവരെ ഏത് തോന്നിയ രീതിയിൽ വേണമെങ്കിലും ഇരുത്താം, 4 ഫാക്ടോറിയൽ രീതിയിൽ. ബോയ്സിനെ ഇരുത്തി കഴിഞ്ഞപ്പോൾ റെഫറൻസ് വന്നതോടുകൂടി നമ്മുടെ ആ 4 - 1 ഫാക്ടോറിയൽ എന്ന് എടുക്കണ്ട, 4 ഫാക്ടോറിയൽ എന്ന് എടുത്താൽ മതി. കാര്യം പിടിയിട്ടില്ലേ? നമ്മൾ ആദ്യം ബോയ്സിനെ ഇരുത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ബോയ് വണ്ണും ഗേൾ വണ്ണും ഒരുമിച്ചിരിക്കുന്നത്, അതായത് ഇവിടെയും ഇവിടെയും ഗേളിനെ ഇരുത്താൻ പറ്റില്ല. ബാക്കിയുള്ള 3 സ്ലോട്ട്സിൽ കൊണ്ട് അവളെ ഇരുത്തി 3C1 വേസിൽ അവിടെ കൊണ്ടിരുത്താം. ബാക്കി അവരെ ഇരുത്തി കഴിഞ്ഞാൽ 4 ഗേൾസ് ബാക്കിയുണ്ട്, 4 സീറ്റ് ബാക്കിയുണ്ട്. അവരെ 4 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. സോ ദി ആൻസർ വിൽ ബി ദിസ്. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ? എല്ലാവർക്കും പിടികിട്ടിയല്ലോ? ഓക്കെ, അപ്പൊ സർക്കുലർ പെർമ്യൂട്ടേഷന്റെ കോൺസെപ്റ്റ് ഇതേ ഉള്ളായിരുന്നു. നമ്മൾ നല്ല ചോദ്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾ ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത സെഷനിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അലൈക്ക് ആൻഡ് ഡിഫറെന്റ് തിങ്സ്. ഇതിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ നിന്ന് നമുക്ക് പിന്നെ ഫാക്ടേഴ്സിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്. നമുക്ക് അതിലേക്ക് എത്താം. അതുവരേക്കും ഇവരെല്ലാവരും ഈ വീഡിയോസ് എല്ലാം കാണുക. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.